നിങ്ങൾ ആഖിറത്തെ ഓർത്ത് കരഞ്ഞോളി. നരകത്തിൽ കിടക്കണ്ടേ അതോർത്ത് കരഞ്ഞോളി. എല്ലാവരും അതോർത്ത് കരഞ്ഞോളി. മുജാഹിദിന്റെ ഒരു വലിയ മൗലവി അയാൾ പറയുന്നത് ജാറോ എന്ന് പറഞ്ഞാൽ ലേനത്തിന്റെ കേന്ദ്രമാണ്. മരിക്കാൻ നോക്കുമ്പോൾ പറഞ്ഞതാ ഉമർ മൗലവിയാ. അതൊന്ന് കണ്ടോട്ടെ, ഒന്ന് വെച്ചു കൊടുത്താ മനെ അയാളൊന്ന് പറയാം. ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പടച്ചോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അല്ലാഹു മലക്കുകളാക്കും. കുറച്ച് കിതാബോധി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയുമോ? ഇങ്ങനെയുള്ള ജാറങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകൾ. വളരെ പ്രധാനപ്പെട്ട മകൻ. കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനൊരു ശരിക്കും ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി എന്ന് പറഞ്ഞാണ്. എന്റെ വാപ്പ വലിയ മൗലവിയായിരുന്നു, മൗലവിയായിരുന്നു. കെ ഉമർ ഖുർആൻ ഭാഷ തർജ്ജമ ചെയ്ത ജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവാണ്. ജാഹിദ് പ്രസ്ഥാനത്തിന്റെ അല്ല എന്ന് തോന്നിയപ്പോൾ അതൊരു ഭയങ്കര വിപ്ലവകരമായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന് അതിന്റെ ഒരു മുൻനിരയിൽ തന്നെ ഇത് കൊള്ളാൻ കാരണം. അത് എന്റെ പിതാവ് എനിക്ക് തന്ന തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു, സംശയമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നൂഹ് നബി വടക്ക് പണിയെടുത്തിട്ട് മുസ്ലിം ആയിരുന്ന കന്നാൻ കാബറായതല്ല, പിന്നെ പണ്ടെന്ന കാബറായ കന്നാൻ ഇങ്ങോട്ട് വരാണ്ട്. അത് മനസ്സിലാക്കണോ? നൂഹ് നബി മോശമായ പണിയെടുത്തിട്ടല്ല, ഇയാൾ മോശമായ പണിയെടുത്തിട്ട് മോൻ വടക്കായി പോയതാ. ഇത് രണ്ടും രണ്ടാ. ഇനി അതും പറഞ്ഞ് നടക്കണ്ട. പിന്നെ എല്ലാറ്റിനും മറുപടി ഉണ്ടാവുമല്ലോ.